ജ്ഞാനി പുനഃ അഭിസ്തൂയതേ, ജ്ഞാനി പിന്നെയും സ്തുതിക്കപ്പെടുന്നു. ഒന്നും കൂടി ഒരു ശ്ലോകം കൂടി ജ്ഞാനിയെ സ്തുതിക്കാൻ. അതെന്താ? ബഹൂന ജ്ഞാനി പുനഃ അഭി സ്തൂയതേ, ജ്ഞാനി പിന്നെയും സ്തുതിക്കപ്പെടുന്നു. വീണ്ടും ജ്ഞാനി സ്തുതിക്കപ്പെടുന്നു. പറഞ്ഞിട്ടും ഭഗവാന് മതിയാവുന്നില്ല. എന്താണ് നോക്കൂ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവഃ സർവമിതി സ മഹാത്മാസു ദുർലഭഃ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവഃ സർവമിതി സ മഹാത്മാസു ദുർലഭഃ. ബഹൂനാം ജന്മനാം അന്തേ, അനേക ജന്മങ്ങളുടെ ഒടുവിൽ, അവസാനത്തിൽ ജ്ഞാനവാൻ ജ്ഞാനി ആയിട്ട് മാം പ്രപദ്യത എന്നെ പ്രാപിക്കുന്നു. ഒരാൾ ജ്ഞാനിയാകുന്നത് അനേക ജന്മങ്ങളിൽ ചെയ്ത സാധനകളുടെ, വിചാരത്തിൻ്റെ, ശ്രവണ മനനാദികളുടെ ഫലമായിട്ടാണ്. നിരന്തര സത്കർമ്മങ്ങൾ ചെയ്ത്, നിഷ്കാമ കർമാനുഷ്ഠാനം ചെയ്ത്, ശ്രവണ കീർത്തനാദികളെ ചെയ്ത്, അങ്ങനെ ഓരോ ജന്മത്തിലും സഞ്ചയിക്കുന്ന പുണ്യവിശേഷത്തിനനുസരിച്ച് നല്ല സംസ്കാരങ്ങളെ പ്രാപിച്ച് പതുക്കെ അങ്ങനെ ബഹൂനാം ജന്മനാമന്തേ, അനേക ജന്മങ്ങളുടെ ഒടുവിൽ ജ്ഞാനി മാം പ്രപദ്യതേ, എന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ചിലർ പറയും, ഓ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധനം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് ജന്മം കഴിയണ്ടേ. അതിന് ചോദ്യം, എത്രാമത്തെ ജന്മം എന്നുള്ള കണക്ക് തൻ്റെ അടുത്തുണ്ടോ? ഇല്ലല്ലോ. എത്ര ജന്മങ്ങൾ നമുക്കൊക്കെ കഴിഞ്ഞു. 84 ലക്ഷം ജീവയോനികളിലൂടെ നമ്മൾ കറങ്ങി, എന്നിട്ടാണ് മനുഷ്യയോനിയിലെത്തിയത്. മനുഷ്യയോനിയിലെത്തിയപ്പോഴോ ഇതിലെത്രയായി? ആര് കണ്ടു? എത്ര ആയിരം ജന്മം മനുഷ്യരായിട്ട് നമ്മൾ ജനിച്ചു തന്നെ നമുക്ക് കണക്കില്ല. കഴിഞ്ഞാലത്തെ അച്ഛനാരാ അമ്മയാരാ നമുക്ക് അറിയില്ല. പിന്നെ അതിൻ്റെ മുമ്പത്തെ തീരെ അറിയില്ല, അതിന് മുമ്പത്തെ ഒട്ടും അറിയില്ല, അല്ലേ? അതെ. ഇത് അച്ഛൻ ഇത് അമ്മ എന്നൊക്കെ പറയുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അമ്മയുടെ മകൻ്റെ പത്നി പ്രസവിച്ചു. അപ്പോൾ കുട്ടീനെ കാണാൻ ആൾക്കാർ പോകും. പണ്ട് കാലത്തൊക്കെ ഈ പൗഡർ, ഓർമ്മയില്ല, കൺമഷി, സോപ്പ്, ഇതൊക്കെ എടുത്തിട്ടാണ് പോവുക. ഈ കാലത്ത്, ഞാനീ പറയണ കാലത്ത് പൗഡർ, കൺമഷി, ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? ഇപ്പോഴും ഉണ്ട്. ഓഹോ, ഒന്നുമില്ലാന്ന്. ഇതൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഈ കാണാൻ പോകുന്നവർക്ക് ഈ ജനിച്ച കുട്ടിക്ക് എന്ത് ഭാവം ഉണ്ടാവാൻ, ആരുടെ ഛായ ഉണ്ടാവാൻ? ഒരു ഛായ ഉണ്ടാവില്ല. ജനിച്ച ഉടനെയുള്ള കുട്ടിക്ക് എന്ത് ഛായ? എല്ലാം ഒരുപോലെ ആയിരിക്കുക കുട്ടികൾ കണ്ടാൽ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലേ മുഖത്തിനും ഭാവത്തിനൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ അമ്മയുടെ മകൻ്റെ കുട്ടിയാണിത്. മകനെപ്പോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്നവർക്കൊരു പ്രത്യേകം ലഡു പലഹാരമൊക്കെ കൊടുക്കും ഈ അമ്മ. അതെ, ഓ കുഞ്ഞ് നിങ്ങളെ മോനെപ്പോലെ തന്നെ ഉണ്ട് കണ്ടാൽത്തോ എന്ന് പറഞ്ഞാൽ ഉടനെ പ്രത്യേക പലഹാരങ്ങൾ, ഉണ്ണിയപ്പം, ലഡു, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്തൊരർത്ഥമില്ലായ്മയെന്ന് ആലോചിച്ച് നോക്കും. ഇത് നാട്ടിൽ വർത്തമാനമായി. അപ്പോൾ ലഡു കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്ത് ചെയ്യും?
പോയിട്ട് കുഞ്ഞ് കണ്ടാൽ നിങ്ങളെ മോനെ പോലെ തന്നെ ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് സന്തോഷമായി. ഉണ്ണിയപ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ആരെ കുട്ടി, എന്ത് കുട്ടി, ഏത് കുട്ടി, നമ്മളൊക്കെ ജനിച്ചു, അത്രയേ ഉള്ളൂ. ഒരു വിശ്വാസം, അതാണിതെല്ലാം അല്ലേ. അമ്മ പറഞ്ഞു തന്ന മോനെ ഇത് നിൻ്റെ അച്ഛനാണ്, അപ്പം ഞാൻ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഈ വ്യവഹാരം മുഴുവൻ ധാരണകളുടെ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ഡവരുടെ, കൗന്ദയരുടെ, മാദ്രേയരുടെ ഒക്കെ നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ അല്ലേ. ശരി, അപ്പം ഏതായാലും കൊള്ളാം. ഇതിൽ യാതൊരു സംശയമില്ല. ബഹൂനാം ജന്മനാം അന്തേ. ഇത് പറഞ്ഞത് എത്ര ജന്മം നമുക്കൊക്കെ കഴിഞ്ഞു എന്ന് അറിയില്ല. എന്തായാലും വേദാന്തം കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ജന്മം കഴിഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ വേദാന്തം കേൾക്കാൻ പറ്റില്ല. വേദാന്തം കേൾക്കാൻ പോയാലും ഉറങ്ങിപ്പോകും, കേൾക്കില്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ കേൾക്കുന്നുണ്ടോ, അവളെന്താ ചെയ്യുന്നേ, അവനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണേ, ഇതൊക്കെ ചിന്തിക്കാനാ നീ വന്ന നീ കേൾക്കാനല്ലേ. അവൻ്റെ സമയം പോവും. ആയിരക്കണക്കിന് മനുഷ്യന്മാർ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിയണ്ടേ, മറ്റെങ്ങനെയപ്പോൾ വേദാന്തം ശ്രവിക്കാനുള്ള സംസ്കാരമൊക്കെ ഉണ്ടാവുക? ഉണ്ടാവേണ്ടതാണ്. ബഹൂനാം ജന്മനാം അന്തേ, അനേക ജന്മങ്ങളുടെ ഒടുവിൽ ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു. അത്ര ദുർലഭമാണ് ഈ ജ്ഞാനി എന്നുള്ള അവസ്ഥ. അത് പറയാനാണ്. വാസുദേവ സർവമിതി. എന്താണ് ജ്ഞാനിയുടെ ലക്ഷണം? വാസുദേവ സർവമിതി. ഇതാണ് ജ്ഞാനിയുടെ ലക്ഷണം. എല്ലാം വാസുദേവനാ. എല്ലാം വാസുദേവനാന്നുള്ളത് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ പോരാ. എല്ലാം വാസുദേവനാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എല്ലാത്തിൻ്റെയും സ്വരൂപം ഈശ്വര സ്വരൂപമാണ്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് പറയാൻ പോകുന്നുണ്ട്. അല്ലയോ ഗുഡാകേശ, സർവഭൂതങ്ങളിലും ആത്മഭാവേന ഞാനാണ് നിലകൊള്ളുന്നത്. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഹേ ഭാരത, എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാനാണ്. എല്ലാം വാസ്തവം തന്നെ. അനേക രൂപഭാവ ഭേദങ്ങളുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. എല്ലാം വാസ്തവനാന്ന് അറിഞ്ഞാലും എല്ലാത്തിനോടുള്ള വ്യവഹാരം ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. എല്ലാത്തിൻ്റെയും സ്വരൂപം വാസ്തവനാന്ന് അറിയുന്നു. അതുകൊണ്ട് ഭേദകൽപ്പനകളും പോയി. അപ്പം ആ ദർശനം എന്താണ്? അവിഭക്തം വിഭക്തേഷു. അതാണ് ദർശനം. വിഭക്തങ്ങളായവയിൽ, ഭിന്നങ്ങളായവയിൽ അവിഭക്തമായ ചൈതന്യത്തെ കാണുന്നു. അതാണ് പരമമായ ദർശനം. അതാണ് യോഗത്തിൻ്റെ പരമാവധി നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന, അല്ലേ? സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മതഃ. ആരാണ് ഏറ്റവും വലിയ യോഗി? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുക കാല് മേപ്പെട്ടാക്കിയിട്ട് 24 മണിക്കൂർ നിൽക്കുന്നവൻ അല്ലേ, അല്ലെങ്കിൽ സർവാംഗാസനത്തിൽ 2 മണിക്കൂർ നിൽക്കുന്നവൻ, 5 മിനിറ്റ് കൊണ്ട് 36 ആസനം കാണിക്കുന്നവൻ, യോഗ ചലഞ്ചിൽ 1ാം സമ്മാനം മേടിക്കുന്നവൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതൊന്നും ഭഗവാൻ കൂട്ടിയിട്ടില്ല. ഭഗവാൻ ഏറ്റവും വലിയ യോഗിയായി പറഞ്ഞത് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന.
തന്നോട് ഉപമിക്കത്തക്കതായി മറ്റെല്ലാത്തിനെയും കാണുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാമനെയും കൃഷ്ണനെയും ഒരുപോലെ കാണാൻ എളുപ്പം കഴിയും. പക്ഷേ രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേ, രണ്ടാൾക്കാർ. അവരൊക്കെ ഒരുപോലെ ആയിട്ടൊന്ന് കാണാൻ കഴിയും. പക്ഷെ തന്നെ അതുപോലെ കാണാനോ? അത് കുറച്ച് പ്രയാസമാണ്, അല്ലേ? രണ്ടും വളരെ വ്യത്യാസമുണ്ട്. കാണപ്പെടുന്ന രണ്ടു പേരെ ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കും. അതിൽ കേമത്വമൊന്നും വേണ്ട. മറിച്ച് ആത്മൗപമ്യേന, തന്നോട് ഉപമിച്ചുകൊണ്ട് മറ്റുള്ളതിനെ കാണുന്നു. ഞാൻ തന്നെയാണ് അവൻ, ഞാൻ തന്നെയാണ് അവള്, ഒരു ഭേദവും ഇല്ല. യാതൊന്നാണോ ഞാനായിരിക്കണം അത് തന്നെയാണ് അവനായും അവളായും ഇരിക്കണത് എന്ന ഭാവത്തിൽ തന്നോട് ഉപമിച്ചുകൊണ്ട് എല്ലാത്തിനെയും കാണുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. ആ ദർശനം ആർക്കുണ്ടോ, സമം പശ്യതി. എപ്പോ? സുഖം വാ യതി വാ ദുഃഖം. പൂജ, പരിഭവം, സ്തുതി, നിന്ദ, സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം എന്ന് വേണ്ട എല്ലാ ദ്വന്ദ്വ സാഹചര്യങ്ങളിലും മാറ്റമില്ലാതെ ഒരു വസ്തു തനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ആത്മൗപമ്യേന കാണുന്നു. അപ്പൊ തന്നെ ഒരാള് വേദനിപ്പിച്ചാൽ തനിക്ക് ക്ലേശമുണ്ട്, അതുകൊണ്ട് താൻ മറ്റൊന്നിനെ വേദനിപ്പിക്കുന്നില്ല. മനസ്സിലാക്കുക. ആ ഒരവസ്ഥയിലേക്ക് ഉയർന്നവനാണ് ഏറ്റവും വലിയ യോഗി. വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണ്. സ മഹാത്മാ സുദുർലഭ, സഹ മഹാത്മാ, അത് അവനാണ് മഹാത്മാവ്. ആരാണ് മഹാത്മാവ്? വാസുദേവ സർവമിതി എന്ന ദർശനമുള്ളവനാണ് മഹാത്മാവ്. സ ദുർലഭ, സുദുർലഭ, ദുർലഭനുമല്ല. അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ആ ഒരു ജ്ഞാനത്തിലേക്ക് ഉയർന്നവൻ. അനേക ലക്ഷം പേരിൽ ഒരാൾ. ആപേക്ഷികാണ്. ഇത് ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതല്ലേ, അയാളെ സംബന്ധിച്ചല്ലല്ലോ. വിദ്യാർത്ഥിയുടെ ദൃഷ്ടിയിലാണല്ലോ ശാസ്ത്രം പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ സുഖ സാഹചര്യവും ദുഃഖ സാഹചര്യവും വന്നാലും അയാളെ സംബന്ധിച്ച് സുഖാണോ ദുഃഖാണോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് മാനാപമാനങ്ങൾ വന്നാലും, നമ്മളെ സംബന്ധിച്ച് ശീതോഷ്ണങ്ങൾ വന്നാലും, നമ്മളെ സംബന്ധിച്ച് പൂജാപരിഭവങ്ങൾ വന്നാലും എന്നേ പറയാൻ നോക്കൂ. സുഖ സാഹചര്യം ദുഃഖ സാഹചര്യവും ഉണ്ടാവും. അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഉപാധിധർമ്മങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഏത് വിജ്ഞാനിയായാലും ശരീരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ശരീരത്തിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ഇനി ആരെങ്കിലും ശരീരധർമ്മങ്ങളെ അതിക്രമിച്ചതായി നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ജ്ഞാനബലമല്ല, മറിച്ച് അവർ ചെയ്ത യോഗസാധനകളുടെയും മറ്റും ബലമാണ്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. മനസ്സിലായില്ല പറഞ്ഞത്? ഉദാഹരണം പറഞ്ഞാൽ, ശീതമുഷ്ണം തുടങ്ങിയ ബാഹ്യ സാഹചര്യങ്ങൾ അജ്ഞാനിക്കുള്ളതുപോലെ ജ്ഞാനിക്കുമുണ്ട്. അപ്പം ചിലർ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ കൊടും തണുപ്പിൽ, ഐസിൽ വെറും കൗപീനം മാത്രം ധരിച്ച്, അഥവാ അതും ധരിക്കാതെ കഴിയുന്ന യോഗികളുണ്ടല്ലോ, അതോ? മറുപടി, അത് ജ്ഞാനവുമായി ബന്ധിപ്പിക്കേണ്ടതല്ല, അത് അവരുടെ തപസ്സുമായും യോഗസാധനകളുമായും ബന്ധിപ്പിക്കേണ്ടതാണ്. യോഗസാധനകളിലൂടെ പരമമായ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് അയാൾ ജ്ഞാനിയാണെന്ന് അർത്ഥമില്ല. വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും.
സുദുർലഭ. ഉണ്ടാവില്ല. ആ ശരീരത്തിൽ നിൽക്കുമ്പോഴേ അതുള്ളൂ. അയാൾക്ക് വേറെ ശരീരം നിർമ്മിച്ചു പോയിക്കൂടെ? കായവ്യൂഹം ചമച്ച് വിഹരിക്കും ഇങ്ങ് യോഗി. ഗുരുദേവൻ പറയുന്നുണ്ട്, ശരീരവ്യൂഹത്തെ ചമച്ച് വിഹരിക്കാൻ കഴിവ് ചില യോഗികൾക്കുണ്ട്. അത് ജ്ഞാനമായിട്ടല്ല ബന്ധം, അത് ജ്ഞാനവുമായിട്ടല്ല ബന്ധം, അത് യോഗസിദ്ധികളുമായിട്ടാണ് ബന്ധം. ഇവ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. അത് ഗുരുദേവന്റെ ജീവിതത്തിൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം എന്നൊന്നും അറിയില്ല, പക്ഷെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മുറിൻ്റെ ഉള്ളിൽ അടച്ചിട്ട അവസ്ഥയിൽ നിന്നും ആളെ കാണാണ്ടായിട്ടുണ്ടെന്ന്. ആളപ്പുറത്ത് പോയി പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാറിൽ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ ഗുരുദേവൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ അത്തരം സിദ്ധിവിശേഷങ്ങളെ ജ്ഞാനവുമായിട്ടല്ല ബന്ധിപ്പിക്കേണ്ടത്, അതിനെ യോഗസാധനകളുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. ഐശ്വര്യസിദ്ധികളാണ്. അഷ്ടൈശ്വര്യസിദ്ധികൾ ചെയ്ത യോഗസാധനകളുമായി ബന്ധിപ്പിക്കണം. ഏതായാലും വാസുദേവ സർവമിതി സമഹാത്മാ, സ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാവ് സുദുർലഭമാണ്. ഇവിടെ പ്രത്യേകിച്ചത് മനസ്സിലാക്കേണ്ടത് സർവത്തിൻ്റെയും അല്ലെങ്കിൽ സർവത്തിലും കുടികൊള്ളുന്ന സ്വരൂപത്തിൻ്റെ ഏകത ബോധിച്ച് ആ ഏകത്വ വ്യവഹാരത്തിൽ ജ്ഞാനി ഉറച്ചിരിക്കുന്നു, ഏകദർശനത്തിൽ ഉറച്ചിരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ അവിഭക്തം വിഭക്തേഷു, വിഭക്തങ്ങളായവയിൽ അവിഭക്തത്തെ കാണുന്നു. നോക്കൂ, ബഹൂനാം ജന്മനാം ജ്ഞാനാർത്ഥ സംസ്കാരാർജനാശ്രയാണാം അന്തേ സമാപ്തൗ ജ്ഞാനവാൻ പ്രാപ്തപരിപാകജ്ഞാനഃ മാം വാസുദേവം പ്രത്യേകാത്മാനം പ്രത്യക്ഷതഃ പ്രപദ്യത്തെ. കഥം വാസുദേവ സർവമിതി യ ഏവം സർവാത്മാനം മാം പ്രതിപദ്യത്തെ സ മഹാത്മാ ന തത്സമഃ അന്യഃ അസ്തി അധികോ വ അതഃ സുദുർലഭഃ സ മനുഷ്യാണാം സഹസ്രേഷു ഇതി ഉക്തം. ബഹൂനാം ജന്മനാം ജ്ഞാനാർത്ഥ സംസ്കാരാർജനാശ്രയാണാം അന്തേ സമാപ്തൗ ജ്ഞാനവാൻ പ്രാപ്തപരിപാകജ്ഞാനഃ മാം വാസുദേവം പ്രത്യേകാത്മാനം പ്രത്യക്ഷതഃ പ്രപദ്യത്തെ. കഥം വാസുദേവ സർവമിതി യ ഏവം സർവാത്മാനം മാം പ്രതിപദ്യത്തെ സഹ മഹാത്മാ ന തത്സമഃ അന്യഃ അസ്തി അധികോ വ അതഃ സുദുർലഭഃ സഹ മനുഷ്യാണാം സഹസ്രേഷു ഇതി ഉക്തം. ബഹൂനാം ജന്മനാമന്തേ, അനേക ജന്മങ്ങളുടെ ഒടുവിൽ. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ അനേക ജന്മങ്ങൾ എന്നുള്ളത് മനുഷ്യജന്മമാണോ? ആണ്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്, ജ്ഞാനാർത്ഥ സംസ്കാര ആർജനാശ്രയാണാം ജന്മന.
ജ്ഞാനത്തെ നേടുന്നതിനായിക്കൊണ്ടുള്ള സംസ്കാരത്തെ ആർജിക്കുന്നതിന് ആശ്രയങ്ങളായ ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് ജന്മ? മനുഷ്യന്മാണ്. കാരണം മറ്റ് ഒരു ജന്തുവും മോശമല്ല, ആരും തന്നെ മോശക്കാരല്ല, എല്ലാവരിലും ശ്രേഷ്ഠതയുണ്ട്. എങ്കിലും മറ്റ് ജീവികൾക്ക് തൻ്റെ മുന്നിൽ വന്ന സാധ്യതകളെ ഉപയോഗിക്കാനേ കഴിയൂ. മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ വന്ന സാധ്യതകളെ വിലയിരുത്തി വേണ്ടത് സ്വീകരിക്കാനും വേണ്ടാത്തത് തള്ളാനും സാധിക്കും. രണ്ടിലധികം സാധ്യതയിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ച് തെറ്റുകളെ തിരുത്താൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ച് വിചാരം ചെയ്ത് സൂക്ഷ്മ വസ്തുബോധത്തിലേക്ക് ഉയരാൻ സാധിക്കും. മറ്റുള്ളവന് സാധിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലേ? മനുഷ്യനെ സംബന്ധിച്ച് സാധിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ നമുക്കറിയില്ല. മനുഷ്യന് സാധിക്കും, അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ ജ്ഞാനാർത്ഥം സംസ്കാരാർജനം ചെയ്യുക എന്നുള്ളത് മനുഷ്യജന്മത്തിലാണ് സുഖകരമായിട്ടുള്ളത്. ജ്ഞാനം നേടുന്നതിനായിക്കൊണ്ടുള്ള സംസ്കാരത്തെ ആർജിക്കണം. ആ സംസ്കാരം നേടാതെയാണ് ജ്ഞാനം ലഭിക്കില്ല. സൽക്കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം നേടണം. മറ്റു ജന്തുക്കൾക്ക് സാധിക്കില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പക്ഷേ അതിന് വ്യത്യാസമുണ്ട് എന്തായാലും, ഇല്ലേ? മറ്റ് ജന്തുക്കൾക്കും വളരെയധികം ട്രെയിൻ ചെയ്ത് തിരിച്ചറിവ് നേടി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥകൾ ഉണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യന് സാധിക്കാത്തത് തന്നെ ചെയ്യാൻ പരിശീലനം ലഭിച്ച പട്ടികളും മറ്റുമുണ്ട്. ഇല്ലേ? അതുണ്ട്. അത് അവയുടെ സഹജ ഗുണമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പട്ടിയുടെ സഹജ ഗുണമാണ് അത്യന്തമായ ഘ്രാണശക്തി, മണക്കാനുള്ള കഴിവെന്ന് വിചാരിച്ചോളൂ. ശരിയാണ്. പക്ഷെ അത്യന്തം ഘ്രാണശക്തിയുള്ള എല്ലാ പട്ടിയും ബോംബ് സ്ക്വാഡിൽ നിയോഗിക്കപ്പെടാറില്ല. മറിച്ച് അത് നല്ലതുപോലെ പരിശീലനം നേടിയിട്ടാണ് വിശേഷമായ കഴിവുകളെ നേടുന്നത്. പല കാഴ്ചകളും കണ്ടു. പക്ഷെ എനിക്ക് വളരെ മനസ്സിൽ അത്ഭുതം തോന്നിയൊരു കാഴ്ച കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ കണ്ണ് കാണാത്തവരെ നയിക്കുന്ന പട്ടികൾ അവരെങ്ങനെയാണ് ഈ കണ്ണ് കാണാത്ത ആൾക്കാരെ കൊണ്ടുപോകുന്നതെന്ന് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ലിഫ്റ്റ് കയറി നിശ്ചിത ഫ്ലോറിൽ ഇറങ്ങി നേരെ ആ റൂമിലേക്ക് കൊണ്ടുപോകുന്ന അവരുടെ പരിചയം അതവർ സ്ഥിരം താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഹോട്ടലിലാണ്. അപ്പോഴോ ഈ കണ്ണ് കാണാത്ത ആളെയും കൊണ്ട് പുറത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇയാൾ ഈ ചങ്ങല പിടിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ നടക്കണമുണ്ട്. അത്ഭുതം നോക്കി നിന്ന് പോയി. അപ്പോൾ ട്രെയിൻ ചെയ്തിട്ട് അത്രയൊക്കെ വിശേഷങ്ങൾ സാധിക്കും. എങ്കിലും അവയ്ക്ക് ഒരു പരിധി, മനുഷ്യന് പരിധിയില്ലേ? മനുഷ്യനും പരിധിയുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ പരിധി കുറച്ച് വലുതാണ്.
പരിധി വിട്ട ഫ്രീ വില്ലൊന്നും മനുഷ്യനില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. പ്രസംഗങ്ങളിലൊക്കെ അൺലിമിറ്റഡ് ഫ്രീ വിൽ മനുഷ്യനുണ്ടെന്നൊക്കെ പറയും, വെറുതെ പറയുകയാണ്. 2 വരേൻ്റെ ഉള്ളിൽ പോകാനുള്ളതേ ഉള്ളൂ, അതുണ്ട്. ഗേജ് കൂടുതലാണ്. മറ്റത് ഇപ്പോൾ ട്രെയിനാണെച്ചാൽ റെയിലുമ്പോൾ കൂടെ തന്നെയേ പോകാൻ പറ്റുള്ളൂ. മറ്റു വാഹനമാകുമ്പോൾ 2 വരേൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ട്രെയിനിന് അത് പറ്റില്ല, അത്രയേ ഉള്ളൂ. മറ്റു ജന്തുക്കളിങ്ങനെ ട്രെയിൻ പോലെ പോവുകയാണ്. മനുഷ്യനിതിങ്ങനെ ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, കുറേ വീതിയുണ്ട്. അത്രയുള്ള വ്യത്യാസം. അതിൽ കൂടുതലൊന്നും ഉണ്ടെന്ന് വെറുതെ ആരും വിചാരിക്കണ്ട കേട്ടോ. ഏത് മാറ്റവും നമുക്ക് വരുത്താമെന്നൊന്നും വിചാരിക്കണ്ട. ഉണ്ടോ അങ്ങനെ വിചാരമുള്ളവരുണ്ടോ? ഇല്ല, ഇതൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലില്ല. ഏതായാലും ജ്ഞാനാർത്ഥ സംസ്കാരാർജനാശ്രയാണാം ജന്മനാം. ജ്ഞാനാർത്ഥം സംസ്കാരത്തെ ആർജിക്കുന്നതിന് ആശ്രയഭൂതങ്ങളാണ് ഓരോ ജന്മവും. അങ്ങനെയുള്ള അനേക ജന്മങ്ങളുടെ ഒടുവിൽ എന്നെ പ്രാപിക്കുന്നു. അന്തേ സമാപ്തവും കഴിഞ്ഞു. എന്നെ പ്രാപിച്ചാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. ജ്ഞാനവാൻ, ജ്ഞാനി ആരാ? പ്രാപ്ത പരിപാകജ്ഞാന. പ്രാപ്ത പരിപാകജ്ഞാന, ജ്ഞാനത്തിൽ പരിപാകം വന്നിട്ടുള്ള ആൾ. ജ്ഞാനത്തിൻ്റെ ആർജന ദശയിൽ തന്നെ സാമാന്യ ജനങ്ങളിൽ നിന്ന് അയാൾക്ക് വിശേഷം വരും, ഇല്ലേ? ഒരാൾ ജ്ഞാനസാധനയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സാമാന്യ ജനങ്ങളിൽ നിന്ന് അവന് വിശേഷം വന്നു. അവൻ്റെ തന്നെ ഒരു വർഷം മുമ്പുള്ള ജീവിതത്തിൽ നിന്ന് ഭിന്നമായിരിക്കും ഇപ്പോഴുള്ള ജീവിതം. അവൻ ശ്രവണ മനന നിധിധ്യാസ മാർഗത്തിൽ ആഴത്തിൽ പോകും തോറും കൂടുതൽ ആ ഒരു ജ്ഞാനസാധനയുടേതായ വിശേഷങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരും, സംശയമൊന്നുമില്ല. പക്ഷെ എങ്കിലും പരിപാകജ്ഞാനം കൈവന്നിട്ടില്ല. എന്നാൽ പരിപാകജ്ഞാനം വന്നു കഴിഞ്ഞാൽ, സംശയരഹിതമായ സ്വാനുഭൂതിയുടെ ബോധത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, മാം പ്രത്യേകാത്മാനം വാസുദേവം പ്രത്യക്ഷതഃ പ്രപദ്യതേ, ഞാനാകുന്ന വാസുദേവനെ, പ്രത്യേകാത്മാവ് തന്നെയാണ് വാസുദേവൻ, വാസുദേവൻ തന്നെയാണ് പ്രത്യേകാത്മാവ് എന്നുള്ള ബോധത്തിലേക്ക് അവൻ പ്രത്യക്ഷമായി തന്നെ എത്തും. ഈ മനസ്സിലാക്കൽ തന്നെ കുറച്ച് അതല്ലേ അനുഭവം. ഏതെങ്കിലും അനുഭവം പറയൂ, ഏതെങ്കിലും ഒരു അനുഭവം. വേദന, എരിവ്, പുളി, കയ്പ്, അല്ലേ? എന്തെങ്കിലും അനുഭവം. സുഖം, ദുഃഖം, ഇതൊക്കെ അനുഭവങ്ങളാണ്. ഏതെങ്കിലും അനുഭവം. ഒരാൾ ബോധം കെടുത്തപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ ദേഹം ഞാൻ കീറി മുറിക്കുന്നു. അയാളുടെ ദേഹം കീറി മുറിക്കുന്നു, ചില ഭാഗങ്ങൾ എടുക്കുന്നു, മുറിക്കുന്നു, തുന്നുന്നു ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ്. ദേഹത്തിൽ അതൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. അയാൾക്ക് അനുഭവം ഉണ്ടോ? ഇല്ല. എന്താ കാരണം? അറിവില്ല, അറിഞ്ഞില്ല. അപ്പം അറിവ് തന്നെ അനുഭവം. അറിവല്ലാണ്ട് എന്താ അനുഭവം? അതുകൊണ്ടാണ് സംശയരഹിതമായ അറിവെന്ന് പറയുന്നത്. ആദ്യമുള്ള അറിവിൽ കുറച്ച് സംശയവും കൂടെ. സംശയരഹിതമായ അറിവ് തന്നെയാണ് ഈ അനുഭവം എന്ന് പറയുന്നത്. ഞങ്ങളൊരു കുറച്ച് പേര് ഒരു ഗുഹയിൽ കിടക്കുകയാണ്. കുറച്ച് പേരുണ്ട്. ചെറിയ ഗുഹയാണ്. അതുകൊണ്ട് തിങ്ങി ഇങ്ങനെ ദേഹങ്ങൾ ചേർന്ന് അട്ടിയിട്ട പോലെയാണ് കിടക്കണത്.
അപ്പോൾ രാത്രി ഒരു അർദ്ധരാത്രിയൊക്കെ ആകുമ്പോൾ കൂട്ടത്തിലൊരാൾക്ക് അയാൾ ഉണർന്നതാണോ അതുവരെ അയാൾ കണ്ണ് മൂടി കിടക്കുകയായിരുന്നോ അപ്പോൾ തുറന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല, ഉണർന്നതാണോ എന്നൊന്നും. ഏതായാലും ടോർച്ച് അടിച്ചു അയാൾ. ടോർച്ച് അടിച്ചപ്പോൾ ഒരു ഉഗ്രം പാമ്പുണ്ട് അതേ ഗുഹയിൽ. അയാൾക്ക് ഭയമായിട്ട് ഇപ്പുറത്ത് സുഖമായി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് എന്നെ അയാൾ വിളിച്ചു ഉണർത്തി. വല്ല ആവശ്യമുണ്ടോ? വളരെ മോശമാണിത്, വളരെ അപകടം പിടിച്ചതാണ് നമ്മുടെ കടത്തം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങി. പാവം പിറ്റേന്ന് രാവിലെ വരെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടി. അതും ഗുഹേൻ്റെ പുറത്ത് പോയിട്ട് തണുപ്പത്ത് ഇരുന്നിട്ട്. ഞങ്ങളൊരു 6-7 പേര് ഗുഹേൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പം ആദ്യം അവിടെ ഉഗ്ര പാമ്പുണ്ടെന്ന് എനിക്കറിയോ? ഇല്ല. രണ്ടാമത് എനിക്കറിയോ? അറിഞ്ഞല്ലോ, ഞാൻ എന്നെ വിളിച്ചുണർത്തിയല്ലോ, ഞാൻ അറിഞ്ഞല്ലോ. മൂന്നാമത് ഞാൻ ഉറങ്ങിയപ്പോൾ എനിക്കറിയോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പക്ഷെ ഈ കക്ഷി രാവിലെ തന്നെ സ്ഥലം വിട്ടു. രാവിലെ സ്വാമിയോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇനി ഞാൻ കൂട്ടത്തിലില്ലാന്നും പറഞ്ഞിട്ട് രാവിലെ തന്നെ സ്ഥലം വിട്ടു. ഇറ്റ് വാസ് സംതിങ് വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായമൊക്കെ പറഞ്ഞ് സ്ഥലം വിട്ടു. കക്ഷി ഇപ്പോഴും ഉണ്ട്, തീരെ വയ്യാതെ കിടക്കുക കോഴിക്കോട്. അപ്പോൾ ഭയമെന്ന അനുഭവം എപ്പോൾ വന്നു? അറിഞ്ഞപ്പോൾ വന്നു. അതിന് മുമ്പ് അവിടെ പാമ്പുണ്ടായിരുന്നില്ലേ? ഉണ്ട്. അറിഞ്ഞോ? ഇല്ല. ഭയാനുഭവം ഉണ്ടോ? ഇല്ല. നമ്മുടെ കൂടെ കിടക്കും പാമ്പുകളൊക്കെ, നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞില്ലാച്ചാൽ ഭയം ഉണ്ടോ? ഇല്ല. അറിഞ്ഞാലോ ഭയമായി. ഭയജനകമായി അറിഞ്ഞാൽ ഭയമായി, ഇല്ലെങ്കിൽ ഭയമില്ല. അറിഞ്ഞാലും നീ അവിടെ കിടന്നോളൂ, അവിടെ ഭയമില്ല. ഭയജനകമായ വിധത്തിൽ അറിഞ്ഞാൽ ഭയമായി. ഭയജനകം അല്ലാണ്ട് അറിഞ്ഞാലോ? ഞങ്ങളല്ലെങ്കിലും 5-6 ആൾക്കാരുണ്ട് കൂട്ടത്തിൽ, നീയും കിടന്നോളൂ, അല്ലാണ്ടെന്താ? അല്ലാണ്ട് വേറെന്താ? ശരി. അപ്പോൾ താത്പര്യം പ്രാപ്തപരിപാകജ്ഞാന എന്ന് പറയുമ്പോഴാണ് ഈ ചോദ്യം വന്നത്. മാം വാസുദേവം പ്രത്യേകാത്മാനം പ്രത്യക്ഷത പ്രപദ്യത്തെ. കഥം? എങ്ങനെയത്? വാസുദേവ സർവമിതി. ഇതെല്ലാം വാസുദേവനാണ്, ഇതെല്ലാം വാസുദേവൻ തന്നെ, എല്ലാം ഭഗവാനാണ്, എല്ലാം ഒരേ ചൈതന്യ സ്വരൂപമാണ്. അതിൻ്റെ അഭിവ്യക്തികളാണെല്ലാം, ഒരു ഭേദവും ഇല്ല. ഇതാണ് ഏറ്റവും വലിയ സമത്വ ദർശനം. അല്ലാണ്ട് സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമത്വ ദർശനമൊന്നുമല്ല, മനുഷ്യരുടെ ഇടയ്ക്കുള്ള സമത്വ ദർശനമല്ല, സർവചരാചരങ്ങളിലുള്ള സമത്വ ദർശനമാണ്. വർഗങ്ങൾ തിരിച്ച് വർഗഭേദത്തിൻ്റെ സമത്വ ദർശനമല്ല, തൊഴിലാളി വർഗ സമഭാവന, മുതലാളി വർഗ സമഭാവന ഒന്നുമല്ല. പരമമായ ഇതിൽ കവിഞ്ഞ ഇനി ഒരു സോഷ്യലിസം ഇല്ല. ഉണ്ടോ? ഇതിൽ കവിഞ്ഞൊരു കമ്മ്യൂണിസം ഇല്ല, ഒന്നുമില്ല. വാസുദേവ സർവമിതി. ഓ, കമ്മ്യൂണിസമൊക്കെ വ്യാപകമാണല്ലോ. സുദുർലഭ സ മഹാത്മാ ന തത് സമഃ അന്യഃ അസ്തി അധികോ വാ. അവന് തുല്യമോ അവൻ അധികമോ ആരുമില്ല, അവൻ തന്നെയുള്ളൂ. അതഃ സുദുർലഭ, സുദുർലഭനാണ്, സുദുർലഭൻ. ദുഃഖേന ലബ്ധം യോഗ്യ ദുർലഭ, സുദുർലഭ.
മനുഷ്യാണാം സഹസ്രേഷു ഇതി യുക്തം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാളാണ് ജ്ഞാനസിദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിക്കുന്നത്. അങ്ങനെ പരിശ്രമിക്കുന്ന ആയിരക്കണക്കിന് സിദ്ധന്മാരിൽ ഒരാളാണ് വാസ്തവത്തിലുള്ള എന്നെ അറിയുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷം പേരിൽ ഒരാളാണ് എന്നെ അറിയുന്നത്. അത്രയേ ഉള്ളൂ. സുദുർലഭ. പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ? ഏത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ? ഈ ജ്ഞാനം പ്രചരിപ്പിക്കാൻ. അതല്ലേ നമ്മളെ പണി. പ്രയാസമാണെന്നുള്ളതുകൊണ്ട് പിന്തിരിയണ്ട. എളുപ്പമുള്ള പണി വേറുള്ളവർ നോക്കിക്കോട്ടെ, നമുക്ക് പ്രക്ഷമുള്ള പണി നോക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ സിദ്ധാന്തം പ്രചരിപ്പിച്ചാൽ കുറേ പേരത് സ്വീകരിക്കും. ഭജനകളുടെ കീർത്തനങ്ങളുടെയൊക്കെ ആശയം പ്രചരിപ്പിച്ച് അതിനേക്കാൾ സ്വീകരിക്കും. നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റും. പക്ഷെ വേദാന്ത പാഠനത്തിലൂടെ ലക്ഷക്കണക്കിന് ആകർഷിക്കാൻ പറ്റൂല. ചുരുങ്ങിയതേ പറ്റുള്ളൂ. അത് മതി, അത്രേ പാടുള്ളൂ. നാട്ടുകാർ മുഴുവൻ വേദാന്തം പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് കുറച്ച് പേര് മതി, കുറച്ച് പേരുണ്ടാവണം. നമ്മളിവിടെ ഈ ഫാന് കറങ്ങുന്നുണ്ട്, അവിടുന്ന് പ്രകാശമുണ്ട്, ഇതൊക്കെ വേണ്ടത് തന്നെ, എല്ലാ വീട്ടിലും വേണം. പക്ഷെ എല്ലാ വീട്ടിലും പവർ സ്റ്റേഷനൊന്നും വേണ്ട. അതിപ്പോൾ ഇടുക്കിയിലോ 5-6 മതി, പോരെ? അത് പിന്നെ വയറ് വഴി ഇങ്ങോട്ട് എത്തിക്കുക, കേബിൾ വഴി എത്തിക്കുക, അതാ വേണ്ടത്. എല്ലാവരും ഒന്നും കണക്ഷൻ കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വേദാന്തത്തിൽ അഗ്രിമന്മാരൊന്നും ആവണ്ട, അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. 1000 പേരോട് നമ്മൾ വേദാന്തം പറഞ്ഞാൽ അതിലൊരാളെ കേൾക്കാൻ വരുള്ളൂ. അങ്ങനെ കേൾക്കുന്ന 1000 പേരിൽ ഒരാളെ മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ മാസവും 100 പേര് ഇരുന്ന് വെച്ചാൽ അതിൽ പോയിൻ്റ് ഒരാളെ മനസ്സിലാക്കുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതല്ലേ പറഞ്ഞത്, ജ്ഞാനാർത്ഥ സംസ്കാരാർജുനാശ്രയാണെന്ന് പറഞ്ഞില്ലേ? ഒരാളും കേൾക്കണത് വെറുതെ ആവില്ല. ഇന്നലെ മനസ്സിലാവാത്തവന് ഇന്ന് മനസ്സിലാവും, ഇന്ന് മനസ്സിലാവാത്തവനോ നാളെ മനസ്സിലാവും. പിന്നെ അവൻ പണിയെടുക്കുകയായി. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പണിക്കാരാണ്, പണിയില്ലാത്ത ആരുമില്ല. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മളൊരു നൃത്തസഹിതമായ ഭജന ഏർപ്പാട് ചെയ്തു വെച്ചോളൂ. 10,000 പേരുണ്ടെങ്കിൽ എന്തായാലും ഒരു 9,990 പേര് അതിൽ ചേരും, ഇല്ലേ? ബാക്കിയൊരു 2 പേര് അതിനെ അനുകൂലിക്കും, പക്ഷെ അവരതിൽ ചേരില്ല. നല്ലതാട്ടോ, നിങ്ങൾ ചെയ്തോളൂ, ഞാനില്ല എന്നുകൊണ്ട് മാറിയിരിക്കും. ഒരു 2 പേരതിനെ എതിർക്കും. ജനങ്ങളെ ഭ്രാന്തന്മാരാക്കണ പരിപാടിയാണ് എന്നൊക്കെ പറയും. 2 പേർക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലുണ്ടാവും. നിങ്ങൾ ചാടിയാലും കൊള്ളാം, ഭജിച്ചാലും കൊള്ളാം, എനിക്ക് കറക്റ്റ് ടൈമിന് ഭക്ഷണം കിട്ടണം, അത്രയേ ഉള്ളൂ. അതെ, തമാശയല്ല. എങ്കിലും അതൊരു 99.99% പേരെ ആകർഷിക്കാൻ പറ്റും. അതുകൊണ്ട് അതാണ് അതിൻ്റെ ശ്രേഷ്ഠത. അതുപോലെ വേദാന്ത പഠനം കൊണ്ട് സാധിക്കില്ല. ശ്രദ്ധിക്കണം. സുദുർലഭ.
അപ്പോൾ അവിടെ സംശയം വരികയാണ്, എന്താ ഇപ്പോൾ ഈ ജ്ഞാനത്തിലേക്ക് എല്ലാവരും എത്താത്തത്? ആത്മാ ഏവ സർവം വാസുദേവ ഇതി ഏവം അപ്രതിപത്തൗ കാരണം ഉച്യതേ. ആത്മാ ഏവ സർവം വാസുദേവ ഇതി ഏവം അപ്രതിപത്തൗ കാരണമുച്യതേ. ഇതെല്ലാം വാസുദേവനാണ്, എല്ലാം ഭഗവാൻ തന്നെ, എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, ഏകമാണ് എന്നുള്ള അപ്രതിപത്തൗ, പ്രതിപത്തി ഇല്ലാതിരിക്കാൻ, ബോധമില്ലാതിരിക്കാൻ, അറിവില്ലാതിരിക്കാൻ കാരണം എന്താണ്? എന്താ എല്ലാവർക്കും ജ്ഞാനം ഉണ്ടാവാത്ത എന്താ? ഉച്യതേ, ദാ പറയുന്നു. എന്താണ്? കാമൈസ്തൈസ്തൈഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ.